ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കേട്ടോ നമ്മുടെ വിളക്കാപ്പ്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ നേരത്തെ എനിക്കിത് വേറൊന്നുമല്ല കേട്ടോ. എനിക്ക് ഇന്നലത്തെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 5:45 ആകുമ്പോൾ എനിക്ക് കേട്ടോ, ഒരു 7:45 ആകുമ്പോഴാണ് എൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിയുന്നത്. അപ്പോഴേക്കും ഇവിടെ ആദർശേട്ടനും ഓരോക്കെ വണ്ടി പോട്ടോ. ആദർശേട്ടനും പൊന്നൂസൊക്കെ കൂടിയിട്ട് വളക്കാപ്പിൻ്റെ സംഭവമൊക്കെ സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം. രാവിലെ എനിട്ടിട്ട് അമ്മയും ചേച്ചിയും എല്ലാവരും ഭയങ്കര പണിയിലാണ് അടുക്കളയിലും പിന്നെ അടിത്തോട കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ തിരക്കായിരുന്നു. ഞാനിതേ കോണിയുടെ മുകളിൽ കയറി നിന്നിട്ട് നമ്മുടെ സ്റ്റെപ്പിൻ്റെ മുകളിൽ ഇരുന്നിട്ടേ വോയിസ് ഓവർ കൊടുക്കുക അങ്ങനത്തെ ഓരോ കാര്യത്തിലായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്ത് തീർത്തതിന് ശേഷമാണ് ഞാൻ അകത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ വന്ന് നോക്കുമ്പോൾ എല്ലാവരും ഓരോ പണിയിലാണ്. ആദർശേട്ടനും പൊന്നൂസൊക്കെ കൂടിയിട്ട് മറ്റേ വാഴലയുടെ സംഭവമൊക്കെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ടെന്ന്. കാരണം ഞാൻ കുറേ പേരുടെ വീഡിയോസിലുണ്ട്. ചിലവർ മറ്റേ നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായി. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചു അത് വാങ്ങിച്ചാലോ എന്ന്. പിന്നെ ആദർശേട്ടനെ അതുകൊണ്ട് തന്നെ ചെയ്യണം, അതാവും കൂടുതൽ ഭംഗി എന്ന് പറഞ്ഞിട്ട് അവരിത് ഇങ്ങനെയൊക്കെ സെറ്റാക്കി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമ്മുടെ തേജപ്പൻ അവൻ്റെ പാപ്പനെ ഹെൽപ്പാക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഈ പൂക്കളുണ്ടല്ലോ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി സംഭവം ഞാനുണ്ടല്ലോ മീഷോന്ന് വാങ്ങിക്കാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഈ വളക്കാപ്പൊക്കെ പെട്ടെന്ന് തട്ടിക്കൂട്ടി വേഗം സെറ്റാക്കിയതായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് ഓർഡർ ചെയ്യാനും ഒന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം മീഷോന് ഈ സംഭവത്തിന് ആകെ 300 സംതിങ് ഉള്ളൂ. അപ്പൊ മീഷോന്ന് നമ്മളിപ്പോൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ 7 ദിവസം പിടിക്കും. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാ വെച്ചിങ്ങനെ നോക്കുമ്പോൾ ആമസോണിൽ നോക്കിയപ്പോൾ 2 ദിവസം കൊണ്ട് ഡെലിവറി കിട്ടും. പക്ഷേ അതിന് 540 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും വേണ്ടില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. മീഷോന്ന് ഇത്ര ക്വാളിറ്റി ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് കറക്റ്റ് നല്ല നമ്മുടെ ശരിക്കുള്ള ചെണ്ടുമല്ലിപ്പൂ പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ഈ വിളക്കാപ്പ് ഇത്രയും ഹാപ്പി ആയിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചേട്ടാ. കാരണം ഫുള്ള് തട്ടിക്കൂട്ട് പരിപാടിയായിരുന്നു. ഇപ്പോൾ ഞാൻ വിചാരിച്ച കസിൻസ് മാത്രമൊക്കെ ഉണ്ടാവുള്ളൂ എന്നോ. പക്ഷെ നമ്മൾ തലേ ദിവസമാണ് എൻ്റെ വല്യമ്മേനെയും വലിയച്ഛനെ അങ്ങനെ ജസ്റ്റ് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും വന്നു. എല്ലാവരും നമ്മുടെ ഒപ്പം സഹകരിച്ചിട്ടും പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ കുറേ പേരുടെ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടല്ലോ, അവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അടിപൊളിയായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കങ്ങനെ സെറ്റാക്കാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ എനിക്ക് ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വാഴയുടെ എല്ലാം അങ്ങനെ സെറ്റാക്കാൻ വേണ്ടിയിട്ടാവും കൂടുതൽ ടൈം എടുക്കാന്നാ. പക്ഷേ ഈ വളക്കാപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കേട്ടോ. കാരണം ഇവർ വാങ്ങിച്ച പെയിന്റ് കുറച്ച് ഡാർക്ക് കളർ മഞ്ഞ കളറായിരുന്നു. അപ്പോൾ വാഴയില അത് എഴുതുമ്പോൾ അങ്ങോട്ട് കാണുന്നില്ല കേട്ടോ. പിന്നെ ഇതേ എല്ലാവരും ഓരോ ഐഡിയാസ് ഒക്കെ പറഞ്ഞു കൊടുക്കണം എന്താ ചെയ്യാന്നൊക്കെ വെച്ചിട്ട് പൊന്നൂസാണ് ഇതൊക്കെ എഴുതുന്നതാണ് കേട്ടോ. വിഷ്ണേട്ടനൊക്കെ രാവിലെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വിഷ്ണേട്ടനും പൊന്നൂസും ആദർശനും കൂടിയിട്ടാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ വെച്ചിട്ട് ഇതാക്കി നോക്കി, പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് നോക്കി. അപ്പോൾ ഒന്നും അങ്ങോട്ട് ഒരു മെന വരുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഇതേ വിഷ്ണേട്ടനും പൊന്നൂസും കൂടിയിട്ട് നമ്മൾ പെയിന്റ് അടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഇത് അവരെന്തോ പശയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പശയും മഞ്ഞപ്പൊടിയൊക്കെ വെച്ച് എങ്ങനെയൊക്കെയോ അവർ കറക്കി കുത്തി. അച്ഛനായാലും അതെ അപ്പുറത്ത് മാമ ഇരിക്കുന്നുണ്ട്. മാമനും ഓരോ ടിപ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് നോക്കുക അങ്ങനെ ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഇവർ ഏറെക്കുറൊക്കെ ഇതേ കണ്ടോ ഇതേപോലെയാണ് കേട്ടോ ഞങ്ങൾ വളക്കാപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ പെയിന്റ് കൊണ്ട് എഴുതിയ ഈ മഞ്ഞ കളർ ഉണ്ടല്ലോ അത് തീരെ ഭയങ്കര ഒരു ഷോ കിട്ടുന്നില്ല പുറത്തേക്ക്. ഇങ്ങനെ വളക്കാപ്പ് തന്നെ ഒരു ഭയങ്കര ഡള്ളായിട്ടാണ് കാണുന്നത്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വളക്കാപ്പൊക്കെ നടത്താൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണ്ടെങ്കിൽ നമ്മളൊരു വൃത്തികെട്ട മഞ്ഞയിൽ ഉദിച്ച് നിൽക്കണ മഞ്ഞ അങ്ങനത്തെ മഞ്ഞ കൊണ്ട് 2 കോട്ടിംഗ് ഒക്കെ എഴുതി വെച്ചാൽ പിന്നെ ഷോ കിട്ടും. ഇത് ഭയങ്കര കുറച്ച് ഡാർക്ക് മഞ്ഞായിരുന്നു. അത് കാരണം അത് തീരെ സെറ്റായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവരെ അതൊക്കെ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒപ്പിച്ചെടുത്തു കേട്ടോ. പിന്നെ നമ്മുടെ ആദർശമായിട്ട് ഇവിടെ പൂവൊക്കെ തന്നെ സെറ്റാക്കുന്നുണ്ട്. എൻ്റെ തേജപ്പം ഇതേ മുട്ടുസൂചിയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. പിന്നെ ഇതേ വളക്കാപ്പെന്ന് എഴുതിയത് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കട്ടെ കണ്ടോ. അപ്പോൾ മഞ്ഞപ്പൊടി ഇട്ടുകൊണ്ട് കുറച്ചൊക്കെ നമുക്ക് ഇങ്ങോട്ട് പുറത്തേക്ക് ഷോ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഇവരെങ്ങനെയാണ് വെക്കേണ്ടേ സംഭവം ഇറക്കിയിട്ടാണോ കയറ്റിയിട്ടാണോ എന്നൊക്കെ വെക്കണമൊക്കെ സെറ്റാക്കട്ടെ. അപ്പോൾ വിനീഷേട്ടനും ഉണ്ട് കേട്ടോ. ചേട്ടൻ്റെ പേര് ഞാൻ പറയാൻ മറന്നുപോയി. വിനീഷേട്ടനും ആദർശേട്ടനും വിഷ്ണേട്ടനും പൊന്നൂസും അവർ 4 പേരും കൂടിയിട്ടാണ് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ സെറ്റാക്കണേ കേട്ടോ. അപ്പോൾ ചേട്ടൻ ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ചേട്ടനെല്ലാം സെറ്റാക്കിയിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതെല്ലാവരുടെയും ചായ കുടി കഴിഞ്ഞിട്ട് എൻ്റെ കുളി കഴിഞ്ഞിട്ടാണ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നത്. അപ്പോൾ ഞാൻ രാത്രി മേലെഴുകുമ്പോൾ കിടക്കാറാകുമ്പോൾ മേലെഴുകുമ്പോൾ മാക്സി ആയിരുന്നു. അപ്പോൾ ഞാൻ കുളി കഴിഞ്ഞപ്പോൾ അതന്നെ എടുത്തിട്ടു കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാവരുടെയും ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാനും തേജപ്പനും ലാസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസൊന്നും തിരക്കിൻ്റെ ഇടയിൽ നമുക്ക് എടുക്കാൻ വിട്ടുപോയിട്ടാ.
പിന്നെ ഇതാ ചിത്തിരേച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഉണ്ണിയോൾ ഇതേ ഉണ്ട്. അപ്പോൾ ഇവരെ കൂടിയിട്ട് ഇതേ ഫുട്ബോളല്ല സോറി ഗൈസ്, ബാറ്റും ബോളൊക്കെ ഇട്ട് എറിഞ്ഞ് കളിക്കുന്നുണ്ട് കേട്ടോ. അച്ഛൻ ഇതേ എന്തോ ഫുഡിന്റെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വളക്കാപ്പ് ഇതേ എല്ലാം സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സാരി കൊടുക്കാൻ പോയി. സാരിയൊക്കെ ഞാനും ചേച്ചിയും കൂടിയിട്ട് തട്ടിമുട്ടി എങ്ങനെയൊക്കെ എടുത്തു കേട്ടോ. അപ്പോഴേക്കൊക്കെ തീരെ വയ്യാതെയായി, കാരണം സാരി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ നേരം നിൽക്കല്ലേ. അപ്പോഴേക്കൊക്കെ ആകെ പറ്റാതെ. പിന്നെ ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യണ്ട പറഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് ഇരുന്നു. കുറേ നേരം ഇരുന്നതിന് ശേഷമാണ് പിന്നെ മുടിയൊക്കെ ചേച്ചി ഒരു സൈഡ് റെഡിയാക്കുന്നു, പിന്നെ ഞാനും കൂടിയിട്ട് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് റെഡിയാക്കി. പിന്നെ ഇതെല്ലാവരും എത്തി തുടങ്ങിയിട്ട് അച്ഛന്മാർ, ആദികേച്ചി, വിഷ്ണേട്ടൻ, പിള്ളേർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുറത്തച്ഛൻ നല്ല ചൂടാട്ടെ. ഞാൻ എൻ്റെ റൂമിൽ തന്നെ ഇരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ ഫുഡ് ഏൽപ്പിക്കുക ചെയ്തത്. അപ്പോൾ ഫുഡൊക്കെ വന്നപ്പോൾ ഇവരെല്ലാവരും കൂടി എടുത്ത് വെക്കാനിട്ടോ. ഞാൻ എൻ്റെ കൈമ കുപ്പിവെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു കൈ ഒഴിച്ചിടാൻ വേണ്ടിയിട്ടാ. അങ്ങനെ ഇത് രാധിയേച്ചി പാത്രം കൊടുന്നു അതിലിടാൻ വേണ്ടിയിട്ടാ. അപ്പോൾ രാധിയേച്ചി ഉണ്ടെങ്കിൽ രാധിയേച്ചിയുടെ പിന്നാലെ എൻ്റെ എല്ലാ വീഡിയോസിലും നിങ്ങൾ ഈ രംഗം കണ്ടിട്ടുണ്ടാവും. ചേച്ചിയുടെ 2 പുത്രന്മാരാണ് കേട്ടോ. 2 ചേച്ചിയുടെ മേത്തുനിന്ന് വിട്ടു പോരില്ല കേട്ടോ. ചേച്ചിയുടെ പിന്നാലെ ഞാവും കേട്ടോ. പിന്നെ ഇതേ നമ്മുടെ സുന്ദരിമണി വന്നിട്ടുണ്ട്. തിട്ടാരക്കുട്ടി ക്ലിപ്പൊക്കെ കുത്തിയിട്ട് നല്ല സുന്ദരിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ഞാനിവിടെ ഇരുന്നു. എനിക്ക് അവിടെ നിൽക്കാൻ വയ്യാതെ ഞാനിപ്പോൾ എൻ്റെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ അവിടെ സോഫയിൽ അങ്ങോട്ട് ഇരുന്നു. പിന്നെ മാമനെ കണ്ടപ്പോൾ മോള് വേഗം മാമൻ്റെ തോളിക്ക് ചാടിട്ടോ. പിന്നെ ആദർശാൻ്റെ അടുത്ത് തന്നെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരെയും കണ്ടപ്പോൾ അവൾ ഇത് എന്താ ഇവിടെ നടക്കണേ വെച്ച് നോക്കിയിട്ടോ നിൽക്കുന്നത്. പിന്നെ ഇതേ വിളക്കൊക്കെ കത്തിക്കാനിട്ടാ. അപ്പോൾ പിന്നെ എന്തോ കിഴക്ക് പടിഞ്ഞാറ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് കാരണം നമ്മളിപ്പോൾ ഈ നമ്മുടെ ബാക്കിൽ വെച്ച ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അവിടേക്ക് വെച്ചിട്ടല്ല നമ്മൾ വിളക്ക് കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തോ കിഴക്ക് നമ്മളിരിക്കണ ഭാഗം വേറെ എന്തോ ഒരു ഭാഗമായിരുന്നു. പിന്നെ കിഴക്ക് പടിഞ്ഞാറ് വെച്ചിട്ട് വിളക്ക് തെളിയിച്ചിട്ട് പിന്നെ നമുക്ക് തിരിച്ചിടാന്ന് പറഞ്ഞു കേട്ടോ. പിന്നെ ഇതേ സ്വീറ്റ്സും എല്ലാ കാര്യങ്ങളും അവിടെ സെറ്റാക്കിയിട്ട് വെച്ചു. പിന്നെ അമ്മയും രാധിയേച്ചിയും കൂടിയിട്ട് കേട്ടോ വിളക്കൊക്കെ എല്ലാതും സെറ്റാക്കി തിരിയൊക്കെ ഇട്ട് എല്ലാതാക്കി വെച്ചേട്ടാ. അങ്ങനെ ഇത് ചേച്ചി ഇങ്ങനെ പിഴിഞ്ഞു കൊടുക്കണ്ടേ. എനിക്ക് അച്ഛൻ ചൂടെടുത്ത് ഞാൻ അങ്ങനെ വിയർത്ത് കുളിക്കായിരുന്നു. ഓൾറെഡി ഞാൻ പെട്ടെന്ന് വിയർക്കും. എൻ്റെ മുഖമൊക്കെ നന്നായി വിയർത്ത് ഒലിക്കണതാട്ടാ. എന്നിട്ട് ഞാൻ സാരിയുടെ തുമ്പൊക്കെ ഇട്ട് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ റൂമിൽ AC ഇട്ടിട്ട് നമ്മുടെ റൂമിന്റെ വാതിൽ തുറന്നിട്ടു, ഹോളിക്ക് തണവ് കിട്ടിക്കോട്ടെ വിചാരിച്ചിട്ട്. എന്നാലും ഒരു രക്ഷയുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇത്ര ചൂട് എനിക്ക് തോന്നണതേ കുറേ പേര് ആൾക്കാർ കൂടുമ്പോൾ ഇങ്ങനെ എന്താ പറയാ ചൂടങ്ങനെ എടുക്കണതാന്ന് എനിക്ക് തോന്നിയിട്ടല്ല. കാരണം ഇത്രയ്ക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റാത്ത ചൂടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ നിത്താരക്കുട്ടി ഇതേ ചേച്ചിയുടെ അടുത്തുണ്ട്. അവള് പിന്നെ എല്ലാവരുടെ അടുത്തേക്കും പോകും. എനിക്ക് ഉണ്ണോളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ചില ഉണ്ണോള് ആരുടെ അടുത്തേക്കും പോവില്ല. ഉദാഹരണം നമ്മുടെ തേജപ്പൻ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ. പക്ഷെ ഇവള് അങ്ങനെയില്ല കേട്ടോ. ഇവള് എല്ലാവരുടെ അടുത്തും ഭയങ്കര കമ്പനി. എനിക്ക് അത് ഭയങ്കര ഇഷ്ടാട്ടോ. ആരുടെ അടുത്താച്ചെങ്കിലും പുള്ളിക്കാരി സെറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. അങ്ങനെ വിളക്കൊക്കെ വെച്ചതിന് ശേഷം നമ്മൾ ടേബിൾ ഇതേ തിരിച്ചിട്ടു കേട്ടോ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഈ വിളക്കാവിന്റെ ബാക്ക്ഗ്രൗണ്ട് കിട്ടണല്ലോ. അപ്പോൾ അമ്മ ഇതേ ഒരു ടവിലൊക്കെ കൊടുന്നു. ടവിലല്ല കേട്ടോ, ഞാൻ കുറേ മറ്റേ കിച്ചൺ ടവില് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടവില് നോക്കിയിട്ട് എവിടെയും ഇല്ല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത കുറേ ടവില് അലമാരിയിലുണ്ടായിരുന്നു. അങ്ങനെ അമ്മ അതെടുത്ത് കൊണ്ടു തന്നു കേട്ടോ. എനിക്ക് അങ്ങനെ വിശർത്തിട്ട് എന്തോ പോലെ. അങ്ങനെ ഇതേ ടേബിളൊക്കെ തിരിച്ചിട്ടു. മിക്കവരും എല്ലാവരും വന്നു കഴിഞ്ഞു. അങ്ങനെ പരിപാടി നടത്താൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ മറ്റേ ചന്ദനം തേക്കുമല്ലോ, ചന്ദനം മഞ്ഞളൊക്കെ മൂത്ത് തേക്കുമല്ലോ, അത് ചാലിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആദർശമായിട്ട് തലേന്ന് കടയിൽ പോയപ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ വളക്കാപ്പ് നടത്താനാണ് ചന്ദനം തേച്ച് വെച്ചപ്പോൾ അവർ പറഞ്ഞു, കടയിലത്തെ ആൾക്കാർ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വളക്കാപ്പൊക്കെ നടത്താൻ വേണ്ടിയിട്ട് മുൾട്ടാണി മൾട്ടിയാണ് എല്ലാവരും കൊണ്ടുപോകാറ്, ഇത് നല്ലതാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദർശേട്ടൻ അത് അങ്ങോട്ട് മേടിച്ച് പോകുന്നു കേട്ടോ. അങ്ങനെ അത് അവിടെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ സംഭവം പരിപാടി നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഈ സംഭവം കൂടി കിട്ടി കഴിഞ്ഞു വെച്ചെങ്കിൽ നമ്മുടെ എല്ലാതും സെറ്റായിട്ടാ. പിന്നെ ഇതേ വിളക്കൊക്കെ വെച്ച് സ്വീറ്റ്സും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സ്വീറ്റ്സ് ആയിട്ട് വെച്ചേക്കുന്നത് ജിലേബിയും 2 കളർ ജിലേബി, പിന്നെ ലഡു, മൈസൂർ പാർക്ക്, പിന്നെ എന്താ മറ്റേ ഒരു ഉണ്ട സംഭവം ഉണ്ടല്ലോ. എൻ്റെ പേരൊന്നും സത്യം പറയാച്ചെങ്കിൽ ഇപ്പോൾ ഒന്നും ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. മൈസൂർ പാക്കിന്റെ പേര് വേറെ എന്തൊക്കെയായിട്ട് പറയാറ്, പക്ഷെ ഞങ്ങളുടെ ഇവിടെ മൈസൂർ പാക്ക് എന്നാണ് പറയാറ്. അതുകൊണ്ടാട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ പിന്നെ ഇതേ ഞാനും ആദർശേട്ടനും കുറച്ച് വീഡിയോസോ ഫോട്ടോസോ എന്തൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷെ ഈ ഫോട്ടോയൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല സത്യം പറയാച്ചെങ്കിൽ. എനിക്ക് അച്ഛങ്ങ തീരെ നിൽക്കാൻ പറ്റുന്നില്ല. എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട്, താഴേക്കൊക്കെ ഭയങ്കര വേദന വന്നു തുടങ്ങിയിട്ടാ. വേദന മീൻസ് നീര് കെട്ടിയിട്ടുള്ള ഒരു പോലത്തെ ഒരു വേദന ഉണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ എനിക്ക് അടിക്ക് ഒരു തള്ളിച്ച പോലെ വരുന്ന ഒരു ഇതുണ്ടെന്ന്. ആ സംഭവം നന്നായിട്ട് ഹെവി ആയിട്ട് വന്നു തുടങ്ങി. അപ്പൊ ഞാൻ വേഗം അധികം നേരം നിൽക്കാനൊന്നും നിന്നില്ല കേട്ടോ. അപ്പൊ ഫസ്റ്റ് ചടങ്ങ് ചെയ്തത് ആദർശേട്ടൻ കേട്ടോ. ആദർശേട്ടനാണ് എനിക്ക് ഫസ്റ്റ് വളയൊക്കെ ഇട്ട് തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയും വളക്കാപ്പ് എന്നുള്ള രീതിക്ക് ഇപ്പോൾ നമ്മുടെ ഞാൻ രാധികേച്ചിയുടെ ആയാലും എൻ്റെ ചേച്ചിയുടെ ആയാലും ഇവിടെ ആരുടെയും പരിപാടി നമ്മൾ അന്നൊന്നും ഇത്ര സംഭവം ഇല്ല. അന്നെന്ന് പറയാം 7ാം മാസത്തിൽ കൂട്ടി കൊണ്ടുവരിക, പിന്നെ 9ാം മാസത്തിൽ പുളിയൂണ് ചടങ്ങുണ്ട്, പിന്നെ 5ാം മാസത്തിൽ നെയ്യ് കുടിക്കണ ചടങ്ങുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് ചടങ്ങ്. നമ്മുടെ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ 5ാം മാസത്തിൽ നെയ്യ് കുടിക്കണ ചടങ്ങും 7ാം മാസത്തിലെ ഇതുപോലെ കൂട്ടി കൊണ്ടുവരുന്ന ചടങ്ങും 9ാം മാസത്തിലെ പുളിയൂണ് അതാണ് പറയാറ്. അപ്പൊ എൻ്റെ ഒന്നും ചെയ്യാത്ത കാരണം അമ്മയ്ക്ക് അച്ഛനും എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് അച്ഛൻ്റെ മനസ്സാകെ ചത്ത പോലെയായിരുന്നു സത്യം പറയാച്ചെങ്കിൽ. നമ്മുടെ നാട്ടിലെ 5ാം മാസത്തിൽ നെയ്യ് കുടിക്കണ ഒരു ചടങ്ങ് കേട്ടോ. അത് ചടങ്ങ് എന്ന്
എന്ന് പറയുമ്പോൾ വലിയ സംഭവമില്ല. നമ്മൾ സദ്യ ഒരുക്കിയിട്ടോ അല്ലെങ്കിൽ എന്താ പറയാ കുറെ പേരെ വിരുന്ന് വിളിച്ചിട്ടോ അങ്ങനത്തെ ഒരു പരിപാടിയല്ല. പെണ്ണിന്റെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ അമ്പലത്തിൽ പോയിട്ട് നെയ്യ് പൂജിച്ചിട്ട് അത് 7 ദിവസം കഴിക്കുക, അത് അത്രേ ഉള്ളൂ കേട്ടോ. അത് ചെയ്തപ്പോൾ തന്നെ എൻ്റെ സകല സമാധാനം പോയിട്ടുണ്ട്. അതോടെ ഞാൻ വിചാരിച്ചതായിരുന്നു ഇനി എനിക്കൊരു ചടങ്ങും വേണ്ട, ഒരു കുന്തും വേണ്ടാന്ന് കേട്ടോ. അപ്പൊ ഇത്രയും നാള് ഞാനിപ്പോൾ 7ാം മാസത്തിൽ നടത്തേണ്ട ചടങ്ങാണിത്. ശരിക്കും പറഞ്ഞ വളക്കാപ്പ് പറയണത് ആ ഒരു 5ാം മാസത്തെ ചടങ്ങ് കാരണമാണ് എൻ്റെ വളക്കാപ്പ് ഇത്രയും ഞാൻ ലാഗാക്കിയത്. കാരണം ആദർശേണ്ട എല്ലാവർക്കും ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്കത് കാരണം എനിക്ക് ആവശ്യമില്ലാത്ത കുറെ കോംപ്ലിമെന്റ് ചെയ്യുന്ന കേൾക്കേണ്ടി വന്നു. കോഴിക്കോട് ചില ഭാഗത്ത് ഇങ്ങനത്തെ ചടങ്ങുണ്ട് പറഞ്ഞിട്ട് എനിക്ക് കുറെ കമന്റ്സ് വന്നിട്ടുണ്ടായിട്ടോ. എന്നാൽ ചില ഭാഗത്ത് ഇല്ലത് എന്ത് ചടങ്ങാ ചോദിച്ചിട്ടും കുറെ പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു. ശരിക്കും പറയാ വെച്ചാൽ ആദർശേട്ടന്റെ വീടിന്റെ അവിടെ ഇങ്ങനത്തെ ചടങ്ങേ ഇല്ല കേട്ടോ. 5ാം മാസത്തിൽ നെയ്യ് സേവിക്കണ ചടങ്ങ് ഇല്ല. അപ്പൊ ആദർശേട്ടൻ ഇതുവരെ കണ്ടിട്ടുമില്ല. അപ്പൊ ആദർശേട്ടൻ്റെ അടുത്ത് വീഡിയോ ഇങ്ങനെ എടുക്കുന്ന സമയത്ത് ചോദിച്ചു ഇതെന്താ ശരിക്കും സംഭവം എന്ന്. അപ്പോൾ ഈ ചടങ്ങൊന്നും ഞാൻ ആദർശേട്ടനെ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഫുള്ള് ചൊറിഞ്ഞ കമന്റ് സെക്ഷൻ ആയിരുന്നു എന്റേത്, ആദർശേട്ടനെയും ഫാമിലിനെയും ഒക്കെ പറഞ്ഞിട്ട്. അതോടെ ഞാൻ വിചാരിച്ചതായിരുന്നു കേട്ടോ എന്റെ മനസ്സമാധാനം കളയണ ഒരു ചടങ്ങും എന്റെ ലൈഫിൽ വേണ്ടാക്കി എല്ലാം മതിയായി എന്നുള്ള രീതിക്കായതായിരുന്നു. നമുക്ക് 2 പേർക്കും കിട്ടുന്ന ഏണിങ്സ് ഫുള്ള് നമ്മൾ ഈ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടാണ് മാറ്റി വെക്കുന്നത്. അപ്പൊ നമുക്ക് ഓരോ വട്ടം ഓരോ ഹോസ്പിറ്റൽ കേസ് ഉണ്ടാകുമ്പോഴും നമ്മുടെ ഈ ഡെലിവറിക്ക് മാറ്റി വെച്ച ഫണ്ടിൽ നിന്നാണ് നമ്മുടെ ഇങ്ങനെ പൈസ പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഓരോ പോക്കി 25, 8000, 10,000 അങ്ങനെ വെച്ചിട്ട് നമുക്ക് നല്ല എന്താ പറയാ, ഞാൻ ഇപ്പൊ ഇങ്ങനെ എൻ്റെ ഒരു ഇത് പറയാൻ കേട്ടോ. കാരണം ഇപ്പൊ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആരുമില്ല. അപ്പൊ എൻ്റെ അടുത്ത് നമ്മളോട് സ്നേഹമുള്ള ഒരു ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുമല്ലോ. അപ്പോൾ ആ രീതിക്കാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ നമ്മൾ സേവിങ്സ് ആയിട്ട് എടുത്ത് വെക്കണ്ടേ, ഇവർക്ക് വേണ്ടി നമ്മുടെ ഉണ്ണിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന പൈസയൊക്കെ എനിക്ക് ആവശ്യമില്ലാതെ ഈ പ്രഷറും ഓരോ ഇതായിട്ട് ഇങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പൊട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഈ സമാധാനം കളഞ്ഞിട്ട് നമ്മൾ ഗംഭീര ചടങ്ങൊന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പൊ നമ്മൾ വിചാരിച്ചത് നമ്മൾ 28ന്റെ നുണ്ണി ഉണ്ടായതിനു ശേഷമാണ് നമ്മൾ ഇനി നല്ല രീതിക്ക് എല്ലാ ചടങ്ങും ചെയ്യുള്ളൂ എന്നൊക്കെയായിരുന്നു. അച്ഛനും അമ്മയ്ക്കും ആദർശനൊക്കെ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ആദ്യത്തെ ഡെലിവറി ആണല്ലോ. അപ്പൊ അതിന്റെ ചടങ്ങുകളൊന്നും നടത്താതെ ഇങ്ങനെ പോകുമ്പോൾ അവരിങ്ങനെ എപ്പോഴും പറയായിരുന്നു നമുക്ക് കുട്ടികൾക്ക് എങ്ങനെ വിളിച്ചിട്ട് ഒരു നേരം അങ്ങനെ ഫുഡൊക്കെ കൊടുക്കണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോഴും ഞാനാണ് കടുംപിടുത്തം പിടിച്ച് നിൽക്കണ്ടായിരുന്നു. വേണ്ട എനിക്ക് വയ്യ, നമുക്ക് ഉണ്ണിയുടെ 28 അടിപൊളിയായി കഴിച്ചാൽ മതി, ഇപ്പൊ ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കായിരുന്നു. ഞാൻ വ്ളോഗിങ് ചെയ്യുന്ന ഒരാളാണ്, പിന്നെ ഇൻസ്റ്റാഗ്രാമിലും അത് കുറച്ച് വീഡിയോ ഇടുന്ന ഒരാളാണ്. അപ്പൊ ഈ ട്രെൻഡിനനുസരിച്ചിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഉണ്ണിയുടെ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് ചെയ്യണം എന്നൊക്കെയാണ് നമ്മൾ പ്രഗ്നന്റ് ആവണേക്കാൾ മുന്നേ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കൊണ്ട് നമ്മൾ നന്നായിട്ട് മാറും. അത് ഞാൻ പഠിച്ചൊരു കാര്യമാണ്. ഞാനിപ്പോൾ പണ്ടത്തെ ഞാനാണോ ചോദിച്ചാൽ അല്ല, എനിക്ക് പല മാറ്റവും നല്ല രീതിക്ക് എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ എനിക്കൊന്നും വേണ്ടക്ക് അങ്ങനെ ഒരു ഇതായിരുന്നു. പിന്നെ 9ാം മാസം ആയപ്പോഴാണ് ഒന്ന് മാറി ചിന്തിച്ചു തുടങ്ങിയത്. കാരണം ഇതൊക്കെ ഒരു 2-3 ദിവസം കൊണ്ട് സെറ്റാക്കിയ പ്ലാൻ ചെയ്ത സംഭവമാണ്. അല്ലാതെ നമ്മൾ ഇന്ന ചടങ്ങ് 9ാം മാസത്തിൽ ഈ ചടങ്ങ് നടത്തണം എന്നൊന്നും ആരും വിചാരിച്ചിട്ടില്ല. എനിക്കിങ്ങനെ തോന്നി എന്തുകൊണ്ട് നമുക്ക് ചടങ്ങ് നടത്തിക്കൂടാ, അതൊരു നല്ലൊരു മൊമെന്റ് അല്ലേ, പിന്നെ ഈ മൊമെന്റ് കിട്ടില്ലല്ലോ എന്നുള്ളത് എനിക്ക് തന്നെ തോന്നിയതാണ്. പിന്നെ ചടങ്ങ് നടത്താന്ന് വീട്ടിലിങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാണ്ട് ചെയ്തത്. അപ്പൊ ഞങ്ങൾ ചടങ്ങ് എന്ന് പറയുമ്പോൾ വലിയ രീതിക്ക് ചടങ്ങ് നടത്തണില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം മക്കളെ മാത്രം, ഞങ്ങളുടെ കസിൻസിനെ മാത്രം വിളിച്ച്, പിന്നെ അവിടത്തേക്കും കുറച്ച് ഞങ്ങൾ ആദർശാനെയും കുറച്ച് കസിൻസിനെയും ഒക്കെ വിളിച്ചിട്ട് ചെറിയൊരു ചടങ്ങ് നടത്താന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെയല്ല. നമ്മുടെ ഞങ്ങളൊക്കെ എൻ്റെ വല്യമ്മ നേരത്തെ പറഞ്ഞല്ലോ, കുറെ പേര് തന്നെ നമ്മൾ തലേ ദിവസം ഇങ്ങനെ വെറുതെ ചടങ്ങ് നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞതാ. പക്ഷെ ഇങ്ങനെ എല്ലാവരും വന്നു, നമ്മുടെ ഒപ്പം നിന്നു. പിന്നെ അവിടുത്തെ കോഴിക്കോടത്തെ കസിൻസിനാച്ചെങ്കിലും ഇവിടുത്തെ കുറച്ച് പേർക്കാച്ചെങ്കിലും വരാൻ പറ്റാഞ്ഞത് PSCയുടെ എന്തൊക്കെയോ ഒരു എക്സാം ഞായറാഴ്ച നടക്കണ്ടായിരുന്നു. അത് കാരണം കുറെ പേർക്കൊന്നും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായി നമുക്ക് ഉണ്ണിയുടെ 28 നല്ലപോലെ നടത്താം. ഇതിപ്പോ വളക്കാപ്പ് ഇപ്പൊ 9ാം മാസം അല്ലേ, ഇപ്പൊ 9ാം മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ഡെലിവറി കഴിഞ്ഞാൽ വീണ്ടും 28 ആകുമ്പോൾ അവർക്ക് ഇങ്ങോട്ട് വരേണ്ടി വരും. കാരണം അത്യാവശ്യം ദൂരമുണ്ട്. അപ്പൊ എപ്പോഴും ഇങ്ങോട്ട് വന്നു പോകാൻ വേണ്ടിയിട്ട് അവർക്കായാലും പറ്റില്ലല്ലോ. അപ്പൊ അവരും നമ്മളെന്നെ ഹാപ്പി ആയിട്ടാണ് പറഞ്ഞത് നമുക്ക് ഉണ്ണിയുടെ പരിപാടിയൊക്കെ അടിപൊളിയായിട്ട് നടത്താന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കും സന്തോഷമായി. അപ്പൊ നമ്മളെല്ലാവരൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ചടങ്ങ് എന്തായാലും എനിക്ക് എന്തോ ഭയങ്കര ഹാപ്പി ആയിട്ടാട്ടോ എന്റെ വളക്കാപ്പ് എനിക്ക് ഇതേപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോ 36 വീക്കാണ് കേട്ടോ. അപ്പൊ 37ാമത്തെ ആഴ്ചയിലാകുമ്പോഴേക്കും ഡെലിവറി ഉണ്ടാവും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി പെട്ടെന്ന് തന്നെ ഈ ഒരു ആഴ്ചയുടെ ഉള്ളിൽ നമ്മൾ മെറ്റേണിറ്റി ഷൂട്ടിംഗ് കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ദൈവം സഹായിച്ചിട്ട് ഈ ഒരു ആഴ്ചക്കുള്ളിലേക്ക് ഒരു വയ്യായും വരരുത് എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. മെറ്റേണിറ്റി ഷൂട്ടും കൂടി നമുക്ക് അടിപൊളിയായിട്ട് ചെയ്ത് ഇതാക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി നമുക്ക് സെറ്റ് ചെയ്യണം. ഈ ഒരു ആഴ്ച മാത്രമേ ഇനി ടൈം ഉള്ളൂ. അപ്പൊ ഈ മാസം 27-നാണ് ഹോസ്പിറ്റലിൽ ചെല്ലേണ്ട ഡേറ്റ് കേട്ടോ. അപ്പൊ അന്ന് പോയി നമുക്ക് കറക്റ്റ് ഡേറ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പൊ ഇനി ഹോസ്പിറ്റലിൽ പോവാന്ന് പറയുമ്പോഴേക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്. കാരണം എനിക്കിപ്പോ ലേബർ റൂം എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പേടി കേട്ടോ. ഈ ലാസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി വന്നില്ലേ, അന്ന് ഞാൻ കുറേ വേദന തിന്ന്. എന്ന് വെച്ചാൽ എനിക്ക് മറ്റേ ഇൻഫെക്ഷനൊക്കെ ആയിട്ട് അവിടെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് എൻ്റെ അമ്മോ എൻ്റെ കിളി സകലതും പോയിട്ടുണ്ട്. നന്നായി വേദനിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പിന്നെ എനിക്ക് ഹോസ്പിറ്റലിലെ ലേബർ റൂം എന്ന് പറയുമ്പോൾ ചങ്കിൻ്റെ അകത്ത് നല്ലൊരു പേടിയാ. നല്ല പേടി വെച്ചാൽ നല്ല പേടിയുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇത്രയും നാളേക്ക് അങ്ങനത്തെ ഒരു പേടിയോ
ഭയങ്കരമായിട്ട് ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തൊട്ടിട്ട് എനിക്ക് നല്ല പേടിയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമുക്കിപ്പോൾ ഡെലിവറി എന്ന് പറയുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ലാതെ അവർ ഡേറ്റ് തന്നിട്ട് അവിടെ പോവുക, അഡ്മിറ്റ് ആവുക, പ്രസവിക്കുക, അത് നമുക്കൊരു ഫസ്റ്റുള്ള ഒരു ഇതായതുകൊണ്ട് നമുക്ക് അധികമായി ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നമ്മളതിന് മുന്നേ ഹോസ്പിറ്റലിൽ പോയിട്ട് ലേബർ റൂമിൽ കയറിയുണ്ടോ പിന്നെ നമുക്ക് പ്രസവിക്കാൻ വേണ്ടിയിട്ട് നല്ല പേടിയാവും കേട്ടോ. എനിക്കിപ്പോൾ നല്ല പേടിയുണ്ട് സത്യം പറയാച്ചെങ്കിൽ. പിന്നെ ഞാൻ ഇപ്പോൾ എടുത്തേക്കണത് എൻ്റെ കല്യാണ സാരിയാണ് കേട്ടോ. അപ്പോൾ കുറേ പേര് കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു ഈ സാരി നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് സത്യം പറയാച്ചെങ്കിൽ കല്യാണത്തിൻ്റെ സമയത്ത് സാരി എടുക്കുമ്പോഴൊന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഏത് കളറാണ് എടുക്കേണ്ടതെന്നൊക്കെ. പക്ഷെ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് റെഡ് എടുത്താൽ മതിയായിരുന്നു എന്നൊക്കെ. എനിക്ക് റെഡ് കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതിൽ കുഴപ്പമൊന്നുമില്ലാതെ എനിക്ക് സാരി കൊടുക്കാൻ പറ്റി. ഞാനും ചേച്ചിയും കൂടിയിട്ട് തട്ടിമുട്ടി എടുത്ത സാരിയായിരുന്നു കേട്ടോ. പിന്നെ അതായത് നമ്മുടെ എല്ലാവരും ഉണ്ടായിരുന്നു നമ്മുടെ ഒപ്പം. അപ്പോൾ ചടങ്ങൊക്കെ കഴിയുമ്പോഴേക്കും ഞങ്ങളുടെ മുഖത്തൊക്കെ ആകെ ഈ സംഭവം ഇങ്ങനെ ഇതായി ഉണ്ടായിരുന്നു കേട്ടോ. 2-3 വട്ടമൊക്കെ കുറേ തുടച്ചു. പിന്നെ ചേട്ടന്മാരും പിന്നെ ചിലവരൊക്കെ നമ്മുടെ മുഖത്ത് വാരി വലിച്ച് തേച്ചിട്ടുണ്ടായിരുന്നു. അപ്പം മുഖത്തൊക്കെ ഇങ്ങനെ കട്ട പിടിച്ച് നിൽക്കാൻ കേട്ടോ. അപ്പോൾ പിന്നെ എന്താ നമ്മൾ വിളക്കൊക്കെ അവിടെ നിന്ന് മാറ്റി ഇവിടെ നിൽക്കുമ്പോഴാട്ടെ ഞാൻ അങ്ങനെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. കേക്ക് മുറിക്കണം എന്നൊക്കെ ഞാൻ കേൾക്കുന്നത്. ഇവര് വിനീഷേട്ടനും മദർഷേട്ടനും ഒക്കെ തലേന്ന് പോയിട്ട് കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആര്യമ്മൂൻ്റെ വിളക്കാപ്പ് എന്നൊക്കെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസറായിട്ടാ. കേക്കിൻ്റെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് കേക്ക് മുറിക്കാന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒക്കെ സെറ്റാക്കി കേട്ടോ. അപ്പോൾ ഈ ആര്യമ്മൂ എന്ന് പറയുന്നത് അച്ഛനും അമ്മയും ഞങ്ങൾക്ക് ഇട്ട വിളിപ്പേരല്ല കേട്ടോ. ഞങ്ങളുടെ ബന്ധുക്കളും ഞങ്ങളുടെ നാട്ടുകാരും എന്നെ ആര്യമ്മൂന്നും എൻ്റെ ചേച്ചീനെ സൂര്യമ്മൂന്നാണ് വിളിക്കാറ്. അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ചുറ്റും ക്രിസ്ത്യൻസ് ആയിട്ടുള്ളത്. അപ്പോൾ അവർ വിളിക്കുന്നതാണ് ആര്യുട്ടി സൂര്യട്ടി. അത് ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ്. ഇപ്പോഴും നമ്മളെ അങ്ങനെ തന്നെയായിട്ട് വിളിക്കുക. അപ്പോൾ ഇങ്ങനെ കേക്കൊക്കെ സെറ്റ് ചെയ്ത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നിയിട്ടാണ്. കാരണം എൻ്റെ ഒരു ഇത് നമുക്കൊരു പെട്ടെന്ന് ഫീൽ ആവുമല്ലോ. എനിക്കത് ഭയങ്കര ഫീൽ ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഈ സാരിയൊക്കെ എടുത്താൽ എനിക്ക് ഇനി എന്താവും എൻ്റെ കോലം എന്നൊക്കെ കേട്ടോ. ബ്ലൗസൊക്കെ ഫുൾ കംപ്ലീറ്റ് അയച്ചിട്ടു. ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ. ആ ബ്ലൗസിൻ്റെ ഏറ്റവും അരിയത്ത് കൂടെ ഉള്ള അടിയിൽ കൂടിയാണ് ബ്ലൗസ് ഇപ്പോൾ ഇതാക്കി വെച്ചേക്കുന്നത്. ബാക്കിയുള്ള എല്ലാ ഭാഗവും അയച്ചു. അപ്പോൾ അത്രയും ഞാൻ തടി വെച്ചിട്ടുണ്ട്. ഇനി ആ ലെവലിലേക്ക് എത്താൻ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഒരു ഐഡിയ ഇല്ല കേട്ടോ. അങ്ങനെ ഈ സാരിയും ബ്ലൗസൊക്കെ സെറ്റായി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്ക് എന്നെ കുറച്ചും കൂടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മേക്കപ്പൊക്കെ ഞങ്ങൾ തന്നെയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതാ നമ്മുടെ പരിപാടിയൊക്കെ ഏറെക്കുറെ സെറ്റായി. കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതേ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇതേ ഫുഡിനുള്ള നമുക്ക് സ്പേസ് ഇല്ലല്ലോ. വീട്ടിൽ ഓൾറെഡി ചെറിയ വീടാണ്. അപ്പോൾ ഉള്ള സ്ഥലത്ത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മൾ സമുദായത്തിൽ നിന്ന് നമ്മുടെ ടേബിളും മേശയൊക്കെ എടുത്ത് വന്നു. അപ്പോൾ അവരതേ കുറച്ച് പേര് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നുണ്ട്. ഞാൻ വേഗം റൂമിലേക്ക് പോകുന്നുട്ടേക്ക് ഇരുന്ന് വയ്യാതെ റൂമിൽ വന്ന് നോക്കുമ്പോൾ ഒരുത്തി ഇവിടെ ഭയങ്കര മൈലാഞ്ചിടലാണ്. അപ്പോൾ നമ്മുടെ നിത്താരക്കുട്ടിയുടെ ബർത്ത്ഡേ 2 ദിവസം കഴിഞ്ഞുണ്ട്. പക്ഷെ അത് ഇടദിവസമായ കാരണം ഇവര് ഞായറാഴ്ച ഇന്ന് വൈകിട്ടായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ബീനേച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമുക്ക് മൈലാഞ്ചിയൊക്കെ ഇടിപ്പിക്കണം എന്നൊക്കെ. അപ്പോൾ ഇവൾ ഉറങ്ങുമ്പോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് നിൽക്കണ്ടായിരുന്നേ. അങ്ങനെ ഉറക്കത്തിൽ ചെയ്യുമ്പോൾ മൂപ്പത്തി പൊടിക്ക് സമ്മതിക്കണില്ല. കരഞ്ഞ കലമ്പായി. അതിന് ശേഷം ഉറങ്ങി എനിട്ടിട്ട് അച്ഛൻ അവള് ഭയങ്കര ഇതായിട്ട് ഇരുന്ന് കൊടുക്കണു. ഈ പെൺകുട്ടികൾക്ക് എങ്ങനെയാണ് ഇതൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഇതാവുന്നത്. അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എനിറ്റപ്പോഴാണ് മൂപ്പത്തി മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് കൈ വെച്ചു കൊടുത്തേട്ടോ. പിന്നെ ഇത് ഇപ്പുറത്തെ ഓരോ അച്ഛമ്മമാരും എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിനി നമ്മുടെ ആൾക്കാർ മാത്രം കുറച്ച് പേരില്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി സമയം എടുത്ത് ഫുഡ് കഴിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിരൺചേട്ടൻ, തേജുട്ടൻ, പിള്ളേരും പിന്നെ അച്ഛമ്മമാരും അങ്ങനെ കുറച്ച് പേരായിട്ട് ഇങ്ങനെ ഇരുന്ന് ഫുഡ് അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിയാണ് നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മൈലാഞ്ചിടയിൽ ഇവിടെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. മൂപ്പത്തി കൈയൊക്കെ വെച്ച് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. 2 ദിവസത്തേക്ക് അങ്ങനെ ഇതേ നമ്മൾ റൂമിലായിരുന്നു കേട്ടോ. അങ്ങനെ ഏറെക്കുറെ 2 ട്രിപ്പൊക്കെ നമ്മുടെ ഒരു ഫുഡ് അടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പിള്ളേരെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കായിരുന്നു. പിന്നെ എന്താ പറയുക, നല്ല ചൂടായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇരിക്കാൻ പറ്റാത്ത രീതിക്കായിരുന്നു. നമ്മൾ AC ഇട്ടിട്ട് റൂം തുറന്നിട്ടിട്ടും ഹാളിക്കൊന്നും പ്രത്യേകിച്ച് വലിയ തണവൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ പ്ലേറ്റിലാണ് ഇരുത്തേക്കണേ. എനിക്ക് അച്ഛനെ ഇതും മേശയുടെ മുകളിൽ ഇരുന്ന് കഴിക്കാൻ പറ്റണില്ല. അപ്പോൾ പിന്നെ ഞാൻ പ്ലേറ്റിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയില്ല, എല്ലാവർക്കും ബിരിയാണിയും ചിക്കൻ കറിയൊക്കെ ഭയങ്കര ഇഷ്ടമായി. പക്ഷെ എനിക്ക് മാത്രം അങ്ങോട്ട് സെറ്റായില്ല. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല കേട്ടോ. ഞങ്ങൾ ബിരിയാണിക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഇപ്പം എനിക്ക് എന്താ കഴിക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഇവിടെ എല്ലാവരും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് ഓരോരുത്തരായിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാൻ കേട്ടോ.
പിന്നെ ഇത് ഫുഡ് എടുക്ക് കഴിഞ്ഞിട്ട് മാമനും മാമിയും അവരൊക്കെ തിരിച്ച് കോഴിക്കോട് പോകാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. അപ്പോൾ ആദർശാണ് വിനീഷാണൊക്കെ ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ട് നേരെ അവരെ ആക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു കേട്ടോ. അപ്പോൾ ന്യൂസും എല്ലാവരും കൂടി ഫുഡ് കഴിച്ചിട്ട് ഇരിക്കാൻ കേട്ടോ. പിന്നെ എല്ലാവരും ഇത്ര നേരം ഉണ്ടായിട്ട് ഓരോരുത്തരായി ഇനി പോകുമ്പോഴാണ് നമുക്ക് എന്തോ ഒരു വിഷമം പോലെ ഉണ്ടാവുക കേട്ടോ. അങ്ങനെ ഇതേ ഇവർ ഇറങ്ങാണ്. അപ്പോൾ എല്ലാവരുടെ അടുത്തും യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് 3 മണിക്ക് അങ്ങോട്ടായിരുന്നു ട്രെയിന്. നമ്മുടെ പരിപാടി ഏതാണ്ട് 1 മണിയാകുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫുഡ് എടുക്ക് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇവർ ഇവിടുന്ന് ഇറങ്ങിയിട്ടാണ്. പിന്നെ മാമനും മാമിയും റെയിൽവേ സ്റ്റേഷൻ ആക്കിയിട്ട് വേണം നമുക്ക് അടുത്ത ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടാ. അപ്പോൾ ആദർശേട്ടൻ പോയി വരുമ്പോഴേക്കും ഞങ്ങളുടെ അടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടായിട്ടാ. അപ്പോൾ ഇതേ നിഷയും ഉണ്ണിയും ഒക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഭയങ്കര ഫോട്ടോഷൂട്ടാട്ടോ മാളും പിള്ളേരൊക്കെ കൂടിയിട്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഇതേ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് 2 വരുന്നത്. അവർക്ക് വെച്ചെങ്കിൽ ഇവര് ഹസൂന് എന്തോ പരിപാടി ഉണ്ടായിരുന്നു നിന്ന്. അപ്പോൾ ഇവര് ഇങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലാഗായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ശരിക്കും ആരെടുത്തെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ അവിടെ പുറപ്പെടുമായിരുന്നു, എൻ്റെ ഡ്രസ്സൊക്കെ മാറി. അപ്പോൾ ഇവരനെ കണ്ടപ്പോൾ ഞാനും ഇവർക്ക് ദേഷ്യം വരിക ചെയ്തത്. കാരണം ഇവരോട് രാവിലെ നേരത്തെ എത്താൻ പറഞ്ഞതായിരുന്നു ഞാൻ കേട്ടോ. അപ്പോൾ ഇവര് വരുന്നത് എല്ലാവരും പോയപ്പോൾ കണ്ടോ, എൻ്റെ മുഖം കണ്ടവരുടെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അവർ രാവിലെ എത്താന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പോഴല്ലേ എത്തുന്നത്, ഒരു 2 മണിക്ക് കഴിയുമ്പോഴാണ് ഇവർ എത്തിയത് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ കാവിക്കും അമൃതയ്ക്കൊന്നും വരാൻ പറ്റില്ല. അമൃതയ്ക്ക് ഇതേ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എക്സാം ഉണ്ടെന്ന്. കുറേ പേർക്ക് ഇന്ന് എക്സാം ഉണ്ടായിരുന്നു, PSCയുടെയും പിന്നെ വേറെ എന്തൊക്കെയോ ഇതായിട്ടുള്ള എക്സാം ഉണ്ടായിരുന്നു. അത് കാരണം അവർക്കൊന്നും വരാൻ പറ്റിയില്ല. പിന്നെ വൈകിട്ടാണെങ്കിലും ഇവര് വന്നൂല്ലോ എന്ന് വെച്ച് സമാധാനിക്കാൻ പറഞ്ഞിട്ട് പിന്നെ ഞാൻ തല്ലിടാൻ പോയില്ല കേട്ടോ രണ്ടെണ്ണത്തിന്റെ അടുത്ത്. പിന്നെ ഇതേ ആദർശയുടെ എല്ലാവരുമായിട്ട് സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ നിത്താരക്കുട്ടി അപ്പോഴേക്കും പോയി ഡ്രസ്സൊക്കെ മാറ്റി സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മാളുവിന്റെ സ്ഥിരം സ്റ്റെപ്പ് എനിക്ക് ഇഷ്ടമുള്ള സ്റ്റെപ്പ് ഇടും. ചങ്ങല്ലോ ബൾബ് അടിച്ച് കുട്ടീനെ പറ്റിയാ നോക്കണ്ട. അപ്പോൾ ഈ വീഡിയോ എടുത്തത് അതുകൊണ്ട് എനിക്ക് മനസ്സിലായി കേട്ടോ. അല്ലാതെ ആ വീഡിയോക്ക് ഇത്ര ഷെയ്ക്കിങ് ഉണ്ടാവില്ല. പിന്നെ ഇത് നമ്മുടെ വീടിൻ്റെ കുറച്ച് അങ്ങോട്ട് പോകണ്ട കേട്ടോ. ഒരു 4 കെട്ട് വീടുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാട്ടോ. അപ്പോൾ സാന്ദ്രയും ഹസും സ്കൂട്ടിയുമ്പോൾ വരും. ബാക്കി എല്ലാവരും കുറേ വണ്ടികളുണ്ട് വീട്ടിൽ. അപ്പോൾ ഏതെങ്കിലുമൊക്കെ വണ്ടി എടുത്തിട്ട് എല്ലാവരുടെ അടുത്തും വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ നിത്താരക്കുട്ടിയും പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് എനിക്ക് മൈ ഡ്രീം കളക്ഷൻ ബൈ സിന്ധു എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് ചേച്ചി അയച്ചിരുന്ന ഡ്രസ്സായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് കണ്ടപ്പോൾ ഈ കളർ എനിക്ക് ചേരുമോ എന്നൊക്കെ ചെറിയ ഡൗട്ടാണ്. പിന്നെ എടുത്ത് വന്നപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടാ. അങ്ങനെ നമ്മളിതേ വീട്ടിലേക്ക് എത്തി. പിന്നെ ഇതേ ഫോട്ടോസൊക്കെ എടുക്കേണ്ട ഇതിലാണ് കേട്ടോ. അപ്പം എൻ്റെ കല്യാണത്തിൻ്റെ ബ്രൈഡ് ട്യൂബ് ഒക്കെ ഇവിടെ നിന്ന് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരുമായിട്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ ആദർശമായിട്ട് നമ്മുടെ നിത്താരക്കുട്ടിക്ക് ഡ്രസ്സ് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഇവൾക്ക് പിന്നെ നമ്മുടെ ഒപ്പൊക്കെ പോരുമോളെ കൊണ്ട് ഒരു സീനുമില്ല. എല്ലാവരുടെ അടുത്തേക്കും പോവുകയും ചെയ്യും. അപ്പോൾ അവളങ്ങനെ സെറ്റായിട്ട് ഉണ്ട്. നമ്മളെല്ലാവരും ഇവിടെ ഓരോരുത്തരും ഇതേട്ടോ ഫോട്ടോസ് എടുക്കേണ്ട ഇതിലാണ് കേട്ടോ. അതിന് ചൂടുണ്ട് അവിടെ അത് കാല് ഞാൻ വിളിക്കണോക്ക് പോയി ഫോട്ടോ എടുക്കുക. അമൃതയ്ക്ക് എന്താ എക്സാം ഉണ്ട്, ഐശ്വര്യക്ക് എക്സാം ഉണ്ട്, PSC, കാവ്യക്ക് വർക്ക് ഉണ്ട്. അങ്ങനെ മാമൻ തന്നെ മോൾക്ക് ഡ്രസ്സൊക്കെ മാറ്റിച്ചു കൊടുത്ത് ഇവർ രണ്ടുപേരും ഇവിടെ ഭയങ്കര ഫോട്ടോയ്ക്ക് പോസ് ചെയ്യലാണ് കേട്ടോ. ഇവൾക്കും അതെ ഭയങ്കര സന്തോഷം. കാരണം ഇവൾക്ക് ഇങ്ങനെ അടിപൊളിയായിട്ട് നടക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടം. ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വെച്ചാൽ ഭയങ്കര ആറ്റിറ്റ്യൂഡും കാണിക്കലൊക്കെയാണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ഞാൻ വലിയ വ്ളോഗൊന്നും എടുത്തില്ല കേട്ടോ. കാരണം ഈ വ്ളോഗിങ്ങും അതുപോലെ തന്നെ ഈ ഫോട്ടോന്റെ ഷൂട്ടും എല്ലാം കൂടിയിട്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടുന്ന് കുറേ നേരം ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോകാനുണ്ട്. അപ്പോൾ ഓരോന്നും അതെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഒരു ട്രഡീഷണൽ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു വീട് തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോകുമ്പോൾ എല്ലാവരും ചൂടെടുത്ത് സൈഡായി. നമ്മുടെ നിത്താരക്കുട്ടിയുടെ ഒക്കെ ഡ്രസ്സ് മാറ്റി 2 ഡ്രസ്സിലൊക്കെ നിത്താരക്കുട്ടിക്കും ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉള്ള ഡ്രസ്സൊക്കെ മാറ്റി ഞാനത് AC ഒക്കെ ഇട്ടിട്ട് അതിനത് സുഖമായിട്ട് ഇരിക്കാനുണ്ട് ഇത്രയും നേരം ഉഷ്ണിച്ചിട്ടേ. അങ്ങനെ നമ്മളിത് വീട്ടിലെത്തി. കണ്ടോ കുറേ ബൈക്കൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും ഓരോ ബൈക്കൊക്കെ എടുത്ത് ഇറങ്ങിയതായിരുന്നു. പിന്നെ ഇത് അമ്മ മുളക് ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പം വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട് അത് മാറ്റിയിട്ടേക്ക് കടന്നു കേട്ടോ. അങ്ങനെ ഇതേ സാന്ദ്രയും എല്ലാവരും നമ്മൾ കുറേ നേരം വീട്ടിൽ വന്നിട്ട് വർത്താനം പറഞ്ഞിങ്ങനെ ഇരുന്നു. ലാസ്റ്റ് നമ്മളേക്കും ഞാൻ വ്ളോഗ് എടുക്കലൊക്കെ മറന്നു. പിന്നെ നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കാണുമ്പോൾ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുക. കുറേ നേരം ആ ചൂടത്തുനിന്ന് വന്നിട്ട് എല്ലാവരും AC ഒക്കെ ഇട്ടിട്ട് റൂമിൽ ഫുൾ കടുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ വീഡിയോസൊന്നും ഞാനും എടുത്തില്ല. അങ്ങനെ ഇതേ ഇവർ രണ്ടുപേരും പോവാൻ നിൽക്കുകയാണ്. പിന്നെ ഇതാ ചിത്തിരേച്ചി പോവാണ്, സാന്ദ്ര, ഹസു
എല്ലാവരും പോയി. പിന്നെ ഇതിന്ന് വൈകിട്ട് നമുക്ക് പരിപാടി ഉണ്ടിട്ട് നമ്മുടെ തറവാട്ടിൽ. പിന്നെ ഇത് ചേച്ചി ഫുള്ള് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ വാങ്ങിച്ച പുതിയ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് ഭൂപ്പത്തി അടിച്ചൊരി തുടയ്ക്കാൻ നിൽക്കണം കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും ഡ്രസ്സൊക്കെ മാറി. ആദർശാൻ്റെ ഒരു ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആദർശാൻ്റെ അത് പാകാണോന്നൊക്കെ ഇട്ട് നോക്കായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് രാത്രി ആകുമ്പോൾ 2 പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നിത്താരക്കുട്ടിയുടെ വീട്ടിൽ ചെറിയ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ തറവാട്ടിൽ ഒന്ന് കലശമുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് അവിടെ എല്ലാവരും ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നിത്താരക്കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ തേജപ്പനാച്ചെങ്കിൽ അവൻ്റെ ചെരുപ്പൊന്നും വേണ്ട, കുട്ടി വേറെ ചെരുപ്പ് എടുത്തിട്ടില്ല. ഷൂവും പിന്നെ വീട്ടിലിട്ട് നടക്കണ ഒരു ചെരുപ്പുള്ള. അപ്പോൾ അത് വേണ്ട പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ വാശി പിടിച്ച് നിൽക്കട്ടെ. പിന്നെ ചേച്ചി വന്ന് 2 ഒച്ചിട്ടപ്പോൾ കുട്ടി വേഗം അതേ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഞങ്ങളുടെ ഓടി പോകുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം ഫസ്റ്റ് നമ്മുടെ നിത്താരക്കുട്ടിക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ട് അവിടുന്ന് പിന്നെ തറവാട്ടിക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇത് ഇങ്ങോട്ട് ബീനേച്ചർ വീട്ടിൽ പോയി നിത്താരക്കുട്ടിക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതിനുശേഷം തറവാട്ടിൽ വന്നു. ഇവിടെ ഇത് കലശം നടന്നുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അച്ചാച്ചൻ്റെ വീട്ടിലിരുന്നു. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ വല്യമ്മയുടെ വീട്ടിലായിട്ട് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വല്യമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. എനിക്ക് വിശന്ന് തുടങ്ങിയിട്ടാ. അപ്പോൾ ഞാൻ പോയിട്ട് ചോറുണ്ടു. അപ്പോൾ ആദർശേണ്ട അച്ഛൻ അവിടുത്തെ അമ്മമ്മ ചോറ് ദേ വാരി കൊടുക്കുന്നുണ്ട്. അമ്മമ്മയ്ക്ക് ആദർശേണ്ട ഭയങ്കര ഇഷ്ടമാട്ടോ, ഭയങ്കര കാര്യമാണ്. അപ്പോൾ ആദർശേടൻ പറഞ്ഞു എന്ത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതേ ചോറൊക്കെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ കലശം എന്ന് പറയുന്നത് നമ്മുടെ കോഴിയറവാട്ട മെയിൻ. അപ്പോൾ അതേ കോഴീനൊക്കെ അറുത്ത് ഞാനപ്പോൾ അവിടെ നിന്ന് ഇരുന്നില്ല കേട്ടോ. ഞാൻ വല്യമ്മോടിക്ക് പോകുന്നു. വല്യമ്മോടി ഇരിക്കണ്ടായിരുന്നേ. അതിന് ശേഷം ദേ കോഴീനൊക്കെ അറുത്തിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദർശേണ്ട ഈ സംഭവമൊക്കെ നമ്മുടെ തറവാട്ടമ്പലത്തിലും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് ആദർശേണ്ടൻ ഭയങ്കര എക്സ്പീരിയൻസ് ആണ് കോഴിയുടെ മറ്റേ തൊലിയും ഇതൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിഷ്ണുവേട്ടനെ അച്ഛനെ ചിക്കനൊന്നും അധികം കഴിക്കില്ല. വിഷ്ണുവേട്ടൻ ഭയങ്കര അറപ്പാണ്. എന്നാലും വിഷ്ണുവേട്ടനും കൂടി ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാണ് പ്രസാദം. കോഴിയുടെ മറ്റേ പാർട്സും കക്കും അതൊക്കെ ഫുള്ള് ഫ്രൈ ചെയ്തിട്ടുള്ളതാണ് പ്രസാദം കേട്ടോ. അപ്പോൾ ചേച്ചിയൊക്കെ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. അവളവിടുത്തെ പൂജയ്ക്ക് കഴിഞ്ഞപ്പോൾ പോയിട്ടോ. ചേച്ചിയുടെ നാളെ ക്ലാസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ആദർശമായിട്ട് ഫുള്ള് ചോരയിൽ കുളിച്ചേക്കുന്നു. കാരണം കോഴീനെ മുറിക്കാനും അതിനൊക്കെ കൂടിയിട്ട് ആകെ ചോരയിൽ കുളിച്ചേക്കുന്നു. പിന്നെ ഞാൻ വീണ്ടും വീഡിയോസ് ഒക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.